ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഫലൂദയുടെ റെസിപ്പിയാണ്. ഇത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഫലൂദ സേവ് ഞാൻ സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഐസ്ക്രീം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിരുന്നു ഇട്ടിരുന്നത്. അതുപോലെ തയ്യാറാക്കിയ വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഫലൂദ സേവ്. ഇത് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. സാധാരണ സേമിയ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തത്. തിളച്ച വെള്ളത്തിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്യണം. ഒരു മധുരത്തിന് വേണ്ടിയാണ്. ഫലൂദ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിലും മധുരം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്കിത് അരിച്ച് മാറ്റാം. അപ്പോൾ ഇത് അരിച്ചതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. 200 ml പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതുപോലെ 4 ടീസ്പൂൺ ഷുഗറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ഗ്ലാസ്സിനുള്ള ഫലൂദയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പാല് കുറച്ചൊന്ന് റെഡ്യൂസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. അതുപോലെ ഈ ഗ്ലാസും തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് എടുത്തത് ആപ്പിള്, മാങ്ങ, അതുപോലെ അനാറ്, പിന്നെ സേമിയ, അതുപോലെ കസ്കസ്, കുറച്ച് നട്ട്സ്, പിന്നെ സ്ട്രോബെറി സിറപ്പാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത്. സാധാരണ രീതിയിൽ റോസ് സിറപ്പും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഗ്ലാസ്സിലൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇതിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് കസ്കസ് ഉപയോഗിച്ചു, പിന്നെ സേമിയ ഇട്ടു, പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ ഇൻഗ്രീഡിയൻസും തണുപ്പുണ്ടായിരിക്കണം നിർബന്ധമാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ കസ്കസ്, സേമിയ, പാല് എല്ലാതും തണുപ്പുണ്ടായിരിക്കണം. അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പം ഞാൻ ഫ്രൂട്ട്സിന് ശേഷം പിന്നെ പാലൊഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഒരു 1-2 സ്കൂപ്പ് ഐസ്ക്രീം. ഈ ഐസ്ക്രീം ഞാനിവിടെ തയ്യാറാക്കിയത് തന്നെയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും പോയി കാണുക. എന്നിട്ട് രണ്ടാമതും ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫലൂദയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീട്ടിലുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുപ്പോട് കൂടി തന്നെ കഴിക്കും വേണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.